ആഴക്കടൽ മണൽ ഖനനം കേരള തീരത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കടലിന്റെ അടിത്തട്ടിലുള്ള മത്സ്യജൈവ സമ്പത്ത് നശിക്കുന്നതിലൂടെ പരമ്പരാഗത തൊഴിൽ നഷ്ടപ്പെട്ട തീരമേഖല വറുതിയിലാകുമെന്നും ഇവർ വിലപിക്കുന്നു. ഇന്നത്തെ ടോപ്പ് 10 സ്പെഷ്യലാണ്. കടലിലെ ജൈവ വൈവിധ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന കടൽമണൽ ഖനനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറെ വലുതായിരിക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ ഭയപ്പെടുന്നു. ആഴക്കടലിൽ മണൽ ഖനനം ചെയ്യുമ്പോൾ മത്സ്യസമ്പത്ത് ക്രമാതീതമായി നഷ്ടമാകും. കടലിന്റെ അടിത്തട്ടിലുള്ള ജൈവസമ്പത്തിനെയും ഇത് വളരെയേറെ ബാധിക്കും. അങ്ങനെ വരുമ്പോൾ മത്സ്യങ്ങളുടെ പ്രജനനം ഇല്ലാതാകുകയും കടലിന്റെ അടിത്തട്ട് മരുഭൂമി പോലെയാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പരമ്പരാഗത മത്സ്യബന്ധനം തകർന്നാൽ തീരം വറുതിയിലാകുമെന്നാണ് തൊഴിലാളികൾ ഭയപ്പെടുന്നത്. തുടർച്ചയായി മണൽ ഖനനം ചെയ്യുന്നതിലൂടെ കൂടുതൽ കടലാക്രമണത്തിനും സാധ്യതയാണ്. ഇപ്പോൾ തന്നെ നിരന്തരം കടലാക്രമണ ഭീഷണി നേരിടുന്ന ആയിരക്കണക്കിന് ആളുകളാണ് കേരള തീരത്തുള്ളത്. ഖനനം കൂടിയാൽ തീരം അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയുണ്ടാകും. വിദേശ കമ്പനികളാണ് മണൽ ഖനനത്തിനായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ കപ്പലുകളുടെ ആധിപത്യവും വളരെയേറെ വർദ്ധിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. നമുക്ക് മത്സ്യബന്ധനത്തിനായി 12 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അത് 22 നോട്ടിക്കൽ മൈലാക്കി ഉയർത്തണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ വർഷങ്ങളായുള്ള ആവശ്യം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. എന്നാൽ വിദേശ കപ്പലുകളാകട്ടെ നമ്മുടെ അതിർത്തി കടന്നും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുകയാണ്. മുമ്പ് കിട്ടിയിരുന്ന പല പരമ്പരാഗത മത്സ്യസമ്പത്തും ഇപ്പോൾ നമുക്ക് അന്യമാകുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നിരവധി പ്രതിസന്ധികളിലൂടെ തീരദേശം കടന്നുപോകുമ്പോഴാണ് ആഴക്കടൽ മണൽ ഖനനം തീരത്തെ കാർന്നു തിന്നാൻ പോകുന്നതെന്ന് ഈ മേഖലയിലുള്ളവർ ആശങ്ക പങ്കുവയ്ക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകർത്ത് തങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന ആഴക്കടൽ മണൽ ഖനനത്തിനെതിരെ കടുത്ത പ്രക്ഷോഭത്തിനിറങ്ങും എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക്. ഈ ടെൻഡർ നടപടികളോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ, കർഷകർ ഡൽഹിയിൽ കിടന്ന് മാസക്കണക്കിന് അല്ലെങ്കിൽ വർഷക്കണക്കിന് സമരം ചെയ്ത് രക്തസാക്ഷികളെ പോലെ ആയതുപോലെ വേണ്ടി വന്നാൽ മത്സ്യത്തൊഴിലാളികൾ സമൂഹവും ചരിത്രത്തിലാദ്യമായി ഇത്തരം സമരങ്ങൾക്ക് രംഗത്ത് വരും. ഇത് കേന്ദ്ര സർക്കാർ ഈ മത്സ്യത്തൊഴിലാളികളുടെ വേദന മനസ്സിലാക്കണം. സമൂഹത്തെ ആകമാനം നശിപ്പിച്ചുകൊണ്ട് സർക്കാരിന് വരുമാനം ഉറപ്പുവരുത്തുന്നത് നീതിയാണോ എന്ന് കേന്ദ്ര സർക്കാർ ആലോചിക്കേണ്ടതാണ്. ഈ മേഖലയിൽ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ ആണ് മത്സ്യസമ്പത്ത് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഹാർബറിൻ്റെ ത്രെഡ്ജിങ്ങിനോട് അനുബന്ധിച്ച് തന്നെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പവിടപ്പറ്റുകളും ഇവിടുത്തെ പാലുകളെല്ലാം നഷ്ടപ്പെട്ടു. ഈ ഹാർബറോട് അനുബന്ധിച്ച് വരുമ്പം തന്നെ എല്ലാവർക്കും തൊഴിൽ നൽകാമെന്ന് പറഞ്ഞിട്ട് അതും നൽകത്തില്ല. അങ്ങനെ ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല, ഗവൺമെൻറ് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവർ വ്യക്തമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഈ കരിമണൽ ഖനനം കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മുഴുവനും ഇനി താറുമാറാവുന്ന അവസ്ഥയിലാണ് പോകുന്നത്. ജനങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കത്തില്ല. ഈ മീൻ മുട്ട വയ്ക്കുന്നതും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം അവിടെയാണ്. അപ്പോൾ അത് പോകുമ്പോഴത്തേക്ക് ഈ മീനിൻ്റെ ഉൽപ്പാദനം കുറയും. പറയുമ്പോഴത്തേക്ക് നമുക്ക് പണിയില്ലാതെയാവും, നമ്മളെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് വഴിയില്ലാതെയാവും. ഞങ്ങളുടെ കരഭാഗത്ത് കുറേ പാടുകളുണ്ടായിരുന്നു. ചെമ്മീൻ കൊഞ്ച് ഒരുപാട് കിട്ടുന്ന സ്ഥലമായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് നശിക്കപ്പെട്ടു. നോട്ടിക്കൽ അടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന മീൻ ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ഇതിനേക്കാളും അതികഠിനമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നയം. അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും ഞങ്ങളെല്ലാം ഇതിനെ എതിർക്കുക തന്നെ ചെയ്യും. മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. സംരംഭം നടക്കുന്ന സമയം കടലിലിറങ്ങി തളക്കാനും അതിനുവേണ്ടി ജീവൻ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. മണ്ണിലാണ് ഏറ്റവും കൂടുതൽ മീൻ ഉൽപ്പാദിക്കുന്നത്. കരിമണൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ജനങ്ങളെ മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഈ അദാനിയും ഈ ഗവൺമെൻറ്റും ചെയ്യുന്നത്. ഹാർബർ വരുന്നതിന് മുമ്പേക്കും കരയ്ക്കാണ് മീൻ പിടിക്കുന്നത്. ആ മീൻ പോലും ഇല്ല. ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇതുവരെ ജോലി കൊടുത്തിട്ടില്ല. അദാനി കൊടുക്കും, ഗവൺമെൻറ് കൊടുക്കും, അത് കാത്തിരിക്കുകയാണ്.